എയർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഫൈറ്റർ ജെറ്റ് വിമാനത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് പ്രേക്ഷകരോട് പങ്കുവച്ചത്. ഇതൊരു കുഞ്ഞൻ വിമാനമാണ്. ഇത് ഏതാണ്ട് 19 മീറ്റർ മാത്രമാണ് ഇതിന് നീളമുള്ളത്. അതിന്റെ ഉയരം ഏതാണ്ട് 5.5 മീറ്ററുമാണ്. നമുക്കിത് എയർ സാങ്കേതിക വിദ്യ, സാധാരണ യുദ്ധവിമാനമൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. വല്ല കമ്മീഷൻ ചെയ്ത വിമാനത്തിന്റെയും ഏതെങ്കിലും മാതൃകകളൊക്കെ മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ എയർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നമുക്ക് ഇതിന്റെ സവിശേഷതകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കതിന്റെ നീളം, അതിന്റെ വീതി, അതിന്റെ ഉയരം, അതിന്റെ ഭാരം വഹിക്കാനുള്ള കഴിവ് അതൊക്കെ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ കഴിയുന്നത്. ഇതിന്റെ ആകെ ഭാരം എന്ന് പറയുന്നത് 14,378 കിലോഗ്രാമാണ്. പക്ഷേ ഈ വിമാനത്തിന് വഹിക്കാൻ കഴിയുന്നത്, നമുക്കിത് ഇങ്ങോട്ടേക്ക് മാറ്റിവെക്കാനൊക്കെ കഴിയും കേട്ടോ, നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം. എൻ്റെ കയ്യിലിരിക്കുന്ന റിമോട്ട് ഉപയോഗിച്ച് എനിക്കിത് നിയന്ത്രിക്കാനൊക്കെ കഴിയും. അപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളതുപോലെ അത് കാണുകയും ആവാം. അതിൻ്റെ ഈ കുറച്ചുകൂടി മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഈ സ്പാനൊക്കെ കാണാൻ കഴിയും. ഇതിൻ്റെ ചിറകിൻ്റെ സ്പാനൊക്കെ കാണാൻ കഴിയും. ഇത്ര വിശദമായിട്ട് നമുക്കിത് പരിശോധിക്കാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ് ഈ വളർന്നു വരുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ സാഹചര്യം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു സവിശേഷത. ഒരു ഫൈറ്റർ ജെറ്റ് വിമാനം നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. എനിക്കിത് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുപോയി കുവൈത്തിന് മുകളിലേക്ക്, ഈ സ്ഫോടനം നടന്ന ഇത് തകർന്നു വീണ ഇടത്തേക്ക് തന്നെ കൃത്യമായി വെക്കാം. വേണമെങ്കിൽ ഇത് പാർക്ക് ചെയ്ത് വെക്കുകയും ഒക്കെ ആവാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് പ്രേക്ഷകർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന കാര്യമാണ്. നേരത്തെ ഇപ്പോൾ ഈ യുദ്ധമൊക്കെ വരുന്ന സമയത്ത് പടക്കോപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുക, അത്തരത്തിലുള്ള കൗതുകങ്ങൾ ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ ചിലരൊക്കെ വിമർശിക്കും. പക്ഷെ നമുക്ക് ഒരറിവും ചെറുതല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണല്ലോ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം എന്തിനാണ്, ഒരു F-15 വിമാനം, എത്ര വലിയ പടക്കോപ്പുകളുള്ള രാജ്യമാണ് അമേരിക്ക. ഒരു വിമാനം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് അതിനെ അംഗീകരിക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ, ആ രാജ്യം ലോക പോലീസ് എന്ന് സ്വയം അവകാശപ്പെടുന്ന, ഈ പറയുന്ന പടക്കോപ്പുകളുടെ മുഴുവൻ അധിപൻ എന്ന് ആത്മവിശ്വാസപ്പെടുന്ന അമേരിക്കയ്ക്ക് ഒരു വിമാനം നഷ്ടപ്പെട്ടാൽ എന്താണെന്ന് ചോദിച്ചാൽ അത് അത്രത്തോളം പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വിവരങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയും ചെയ്തത്.